നാം നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും നാടിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ലോകം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നിരന്തര പ്രക്രിയയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കലും അവസാനിക്കാത്ത ഒരു മഹായജ്ഞമാണ് വിദ്യാഭ്യാസം. എന്തിനാണ് നാം പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നല്ല മനുഷ്യരാകാനാണ് പഠിക്കുന്നത് എന്ന് അധ്യാപക വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞാൻ കണ്ടിട്ടുമ്പോൾ സാധിച്ചെന്ന് വരില്ല. നാം നല്ലവരായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എന്താണ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത്? പഠനം കഴിഞ്ഞ് ജീവിതാന്ത്യത്തിൽ ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ എന്ത് ക്വാളിറ്റിയാണ് നമ്മളുടെ ഉള്ളിൽ അവശേഷിക്കുന്നത്? അതാണ് നാം പഠിച്ചത്. സയൻസ് പഠിക്കുമ്പോൾ, കണക്ക് പഠിക്കുമ്പോൾ, മലയാളം പഠിക്കുമ്പോൾ, ഭാഷകൾ ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് അറിവ് നമ്മളുടെ ഉള്ളിലുണ്ടാകുമെങ്കിലും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എന്ത് മൂല്യമാണ് നമുക്ക് സമ്മാനിക്കാനുള്ളത് നമുക്കും മറ്റുള്ളവർക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വിദ്യാഭ്യാസത്തിന്റെ ശക്തി. നാം അത് നേടുന്നുണ്ടോ? അനാദികാലം മുതൽ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന്. ഇത് ആധുനിക മനുഷ്യന്റെ പ്രാർത്ഥനയല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാമഹന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തമസോമാ ജ്യോതിർഗമയായി അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ പിതാമഹന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അസത്തിൽ നിന്ന് ചീത്തയിൽ നിന്ന് തന്നെ നല്ല ഇരുട്ടിലേക്ക് നയിക്കണമേ എന്നും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നും സർവനാശത്തിൽ നിന്ന് എന്നെ സർവോത്കർഷത്തിലേക്ക് നയിക്കണമേ എന്നും ആചാര്യന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആഴിയുടെ അഗാധതയിൽ കാനനത്തിന്റെ കൊടും ഇരുട്ടിൽ ഗർഭപാത്രത്തിൽ എല്ലാം ഇരുട്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ ഇരുട്ടിൽ നിന്നെല്ലാം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും കുട്ടി പ്രാർത്ഥിച്ചു, മക്കളെ എനിക്ക് വെളിച്ചം തരയണമേ എന്ന്. ഈ വെളിച്ചത്തിലേക്കുള്ള യാത്ര ആനന്ദകരമായൊരു അനുഭവമാണ്. അതാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്നത്. ഈ അവസരത്തിലാണ് കവി പാടുന്നത്, ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാലിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. പ്രാണികളും പല ജീവികളും അതിൽപ്പെടും. അതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന അവസരത്തിൽ പാഠപുസ്തകത്തിലെ മടിയനായ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പള്ളിക്കൂടത്തിൽ പോകാതെ ഒളിച്ചു നടക്കുന്ന കുട്ടി. ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല, എനിക്ക് വീട് കത്താൻ പോകാനുണ്ടെന്ന് നായ പറയുന്നു. തേനീച്ചയോട് പറയുന്നു, അപ്പൊ ഞാൻ തേൻ ശേഖരിക്കാൻ പോവുകയാണെന്ന് തേനീച്ച പറയുന്നു. പുലി പറയുന്നു, ഞാൻ കൂടി ചമയ്ക്കാൻ പോവുകയാണ്, എനിക്കെല്ലാം ജോലിയുണ്ട് എന്ന് പറയുന്ന അവസരത്തിൽ കുട്ടി തിരിച്ചറിയുന്നു, എനിക്കും എന്റെ ജോലിക്ക് പോകണം, ഞാൻ പഠിക്കണം. അപ്പോ നമ്മുടെ ചുറ്റിലും ഗുരുക്കന്മാരുണ്ട്. നേർ വഴിക്ക് നയിക്കുന്നവരും തെറ്റായ വഴിക്ക് നയിക്കുന്നവരുമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്ത് ഇന്ന് മദ്യാസക്തിയാണ്. മദ്യത്തിൽ മുഴുകിയിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചതാണ്, 200 കോടിയാണ് നാം കുടിച്ചു തീർത്തത്.
ഒരു രാജ്യത്തിന്റെ, ഒരു ജില്ലയുടെ, ഒരു കൊല്ലത്തെ വികാസത്തിന് ഒരു പക്ഷേ സാധിക്കും ഈ 200 കോടി രൂപ. അപ്പൊ നാം വിദ്യാഭ്യാസത്തിൽ മുന്നിലേക്ക് പോവുകയാണോ പിന്നിലേക്ക് പോവുകയാണോ? വിദ്യാഭ്യാസം കൊണ്ട് ഉൾക്കാഴ്ച കിട്ടിയ ഒരു മനുഷ്യൻ പുകവലിക്കാരനാകുമോ? തെറ്റുകളെ തിരിച്ചറിയാനാണ് വിദ്യാഭ്യാസമെങ്കിൽ, നല്ലതും ചീത്തയും തിരിച്ചറിയാനാണ് വിദ്യാഭ്യാസമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പുകവലി ഉണ്ടാവുകയില്ല, നമ്മുടെ സമൂഹത്തിൽ പാൻപരാനുണ്ടാവുകയില്ല, നമ്മുടെ സമൂഹത്തിൽ മദ്യമുണ്ടാവുകയില്ല. അപ്പോ ഇനിയും നമ്മുടെ നാടിനെ നവീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരാശുപത്രി വരുമ്പോൾ നാടിൽ ഇനിയും ആശുപത്രികൾ വേണമെന്ന് നാം പറയും. എന്നാൽ ആശുപത്രികൾ ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർ ആ രാജ്യത്ത് ആ ഒരു സ്വപ്നത്തിൽ എല്ലാവർക്കും ആരോഗ്യമുണ്ടായിരിക്കും. ആശുപത്രികൾ ഇല്ലാത്ത ഒരു ലോകത്തെയാണ് നാം സ്വപ്നം കാണേണ്ടത്. ഓരോ അങ്ങാടിയിലും പോലീസ് സ്റ്റേഷൻ വേണമെന്ന് നാം ഇപ്പോൾ ചിന്തിക്കുന്നു. അപ്പൊ അത്രയും കുറ്റകൃത്യം ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിൽ വളരുന്നു എന്നാണ് അതിനർത്ഥം. പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു നാടായിരിക്കില്ല ഏറ്റവും വലിയ നാട്. എല്ലായിടത്തും കോടതി വേണമെന്ന് നാം വാദിക്കുന്നു. കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതിന്റെ ഒരു തെളിവല്ലേ അത്? കോടതി ഇല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആരും അധർമ്മം ചെയ്യാത്ത, ആരും കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത ഒരു ലോകം, ഒരു രാജ്യം, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അപ്പൊ നാം നമ്മുടെ വീമ്പ് പറയുന്നത്, നമ്മുടെ മികവ് പറയുന്നത്, നാട് മുഴുവൻ പോലീസ് സ്റ്റേഷനുണ്ട്, മികച്ച ആശുപത്രികളുണ്ട്, കോടതികളുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ എത്ര നല്ല മനുഷ്യരുണ്ട് നമ്മുടെ ലോകത്തിൽ. എന്റെ രാജ്യം എന്തായിത്തീരണമെന്ന് സ്വപ്നം കാണുന്ന എത്ര ആളുകളുണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര വിദ്യാസമ്പന്നരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ സ്വപ്നം കാണലാണ് മഹാത്മാക്കളായ ആളുകളൊക്കെ ചെയ്തത്. അവർക്ക് ദീർഘവീക്ഷണമുണ്ടായിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണനുണ്ടായിരുന്നു, ഗാന്ധിജിക്കതുണ്ടായിരുന്നു, നെഹ്റുജിക്കതുണ്ടായിരുന്നു. അവരെല്ലാം സ്വപ്നം കണ്ടത് അവരവരുടെ നേട്ടങ്ങളായിരുന്നില്ല, തന്റെ നാടിന്റെ ഭാവിയെക്കുറിച്ചായിരുന്നു. ഇത് മനുഷ്യന്റെ സാംസ്കാരികമായ ഉയർച്ചയുടെ ഒരു നിദർശനമാണ്. മനുഷ്യന് മാത്രമേ സംസ്കാരം വിനിമയം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തേനീച്ച കൂട് കെട്ടിയതുപോലെ എപ്പോഴും കൂട് കെട്ടുന്നു, കാക്ക കൂട് കെട്ടിയതുപോലെ എപ്പോഴും കൂട് കെട്ടുന്നു, കുറുക്കൻ മാളങ്ങളിൽ താമസിക്കുന്നു, കടിച്ചു കീറി തിന്നുന്നു പല ജീവികളും. എന്നാൽ മനുഷ്യൻ അങ്ങനെയാണോ? ഗുഹകളിലും മരത്തണലുകളിലും ജീവിച്ച മനുഷ്യൻ ഇന്ന് കൊട്ടാരങ്ങളിൽ താമസിക്കുകയാണ്. അവന്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനാണ് നമ്മുടെ അനുഭവങ്ങളുടെ വിനിമയത്തിനാണ് അധ്യാപനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കലാപരമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഭരണപരമായും ഒക്കെ മുന്നേറിയിട്ടുള്ളത്. അപ്പൊ ഈ സംസ്കാരത്തിന്റെ വിനിമയം നടത്തേണ്ട നമ്മൾ, സംസ്കാര സമ്പന്നരായിരിക്കേണ്ട നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഭീകരവാദവും മതമൗലികവാദവും മദ്യപാനവും വിഭാഗീയതയും ഒരു രാജ്യത്തെ സംഘർഷത്തിൽ നിർത്തുമ്പോൾ ഈ സംഘർഷത്തിൽ നിന്നെല്ലാം മോചനം കൊടുക്കാൻ കഴിയുന്നത് ഒരു നല്ല അധ്യാപക സമൂഹത്തിന് മാത്രമാണ്. ഇവിടെയാണ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, ഞാൻ പഠിച്ച സ്കൂൾ എന്റെ വീട്ടിൽ നിന്ന് ഉറക്കെ കൂടിയാൽ കേൾക്കും. ഒരു 3/4 കിലോമീറ്റർ അപ്പുറം ഒരു വലിയ കൂട്ടൻ പാറ ഇറങ്ങി വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ. പാറ ഇറങ്ങിക്കഴിഞ്ഞാൽ പാടമാണ്,
പാടത്തിൽ ആമ്പലുണ്ട്, നെല്ല് വിളഞ്ഞു നിൽക്കും പലപ്പോഴും.